ആലപ്പുഴയിൽ വി.എം. സുധീരനും രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തി. രാവിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കോൺഗ്രസിൽ പുതിയ ഗ്രൂപ്പ് ധ്രുവീകരണം എന്ന സൂചന. ഉമ്മൻചാണ്ടിക്കെതിരെ നീക്കം ശക്തമാക്കാൻ ഇരുവരും ധാരണയിൽ എത്തിയതായും സൂചനയുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം സുധീരൻ നിഷേധിക്കുകയായിരുന്നു. സുധീരന്റെ പ്രതികരണത്തിലേക്ക്. സർക്കാരിന്റെ 4ാം വാർഷികമാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് ചില തർക്കങ്ങൾ, ചില പ്രസ്താവന വരുന്നത്. താങ്കൾക്കൊരു അഭിപ്രായമുണ്ടോ? മുഖ്യമന്ത്രി മാറണം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? സർക്കാരിൻ്റെ 4ാം വാർഷികം വളരെ ഭംഗിയായി മുന്നോട്ട് പോകും. കോൺഗ്രസിനകത്തോ ഗവൺമെൻറ്റിനകത്തോ ഒരു തരത്തിലുള്ള പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നവും നിലനിൽക്കുന്നു. രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉയർന്നു വരും. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെ പരിഹരിക്കും. ആ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. എല്ലാ നേതാക്കളും പാർട്ടിയോട് ഉള്ളവരും ഉത്തമ താല്പര്യം മുന്നോട്ട് പോകുന്നവരും ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ അതൊക്കെ അതിൻ്റേതായ തലത്തിൽ തന്നെ പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല രീതിയിൽ പോകും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി UDF വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ജയിച്ചു വരേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് UDFിലും കോൺഗ്രസിലുമൊക്കെ നല്ലൊരു അന്തരീക്ഷം കൂടുതൽ വളർത്തിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഈ വാർഷിക സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ശുഭസൂചകമാണ്. അല്ല, അതൊക്കെ സ്വാഭാവികമായി നമുക്കറിയാം. കേരളത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ പലതും വന്നിട്ടുണ്ട്. അതൊക്കെ വന്നു, അതേ രീതിയിൽ തന്നെ അതൊക്കെ ഇല്ലാതാവുകയും ചെയ്യും. എല്ലാവരും നല്ല സ്പിരിറ്റിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ദിവസം വന്നാൽ അടുത്ത ദിവസം അത് മാറും. ഇല്ല, ഒരു തരത്തിലും നേതൃമാറ്റം സംബന്ധിച്ച് അങ്ങനെ ഒരു ചർച്ചയെ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയില്ല. കാരണം പാർട്ടിയുടെ ഒരു തലത്തിലും അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രസക്തി ഉണ്ടെന്ന് കരുതുന്നില്ല. അയ്യോ, യാദൃച്ഛികമായി വന്നതാണ്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്ന് വന്നു. ഇന്ന് ആലപ്പുഴ ഈ പരിപാടിയുണ്ട്. അതുപോലെ നമ്മുടെ പഴയ കോൺഗ്രസ് പ്രവർത്തകനായ അകാലത്തിൽ നമ്മെ വിട്ടുപോയ ശ്രീ ചെട്ടിയാരുടെ കുടുംബത്തിന് വീട് വെച്ച് ഇന്ന് കൈമാറുന്ന ദിവസമാണ്. ഇത് രണ്ടിലും പങ്കെടുത്ത് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ രമേശ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ വന്നു. അദ്ദേഹം കണ്ട് സംസാരിച്ചതല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യവും അതിനകത്ത് ഒരു തരത്തിലുള്ള സ്വഭാവം, അതിനായുള്ള സ്നേഹ സ്വഭാവം മാത്രമേ ഉള്ളൂ. താങ്ക് യു. പിന്നെ ഷാജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. താങ്ക് യു. ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും. ഷാജഹാൻ, അത്ര കളിച്ചു ചിരിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ല വി.എം. സുധീരൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കോൺഗ്രസിൽ നേതൃമാറ്റം സംബന്ധിച്ചൊരു ചർച്ചയെ ഇല്ലെന്നാണ്. പക്ഷേ നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന കോലാഹലങ്ങൾ, AK ആന്റണി ഉൾപ്പെടെയാണ് നേതൃമാറ്റത്തിന് സൂചന നൽകിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് കൊഴുപ്പ് കൂട്ടിയത്. അതിനിടയിൽ വി.എം. സുധീരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അത്രയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഒരിക്കലും അതിന് അപ്പുറത്തേക്കുള്ളൊരു വാചകം പോലും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം KPCC അധ്യക്ഷനാണ്. അതിൻ്റേതായ പരിമിതിയുണ്ട്. പക്ഷേ ഇന്ന് നടന്ന കൂടിക്കാഴ്ച കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നു വരുന്ന നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഉള്ളിൽ പുറത്ത് നടന്നു വരുന്ന ചർച്ചയുടെ ഒരു തുടർച്ച എന്ന നിലയിൽ തന്നെ കാണാൻ കഴിയില്ലേ രമേശ് ചെന്നിത്തലയും സുധീരനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ?
തീർച്ചയായിട്ടും ഹരി, അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതേണ്ടത്. കാരണം രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ VM സുധീരനോടൊപ്പം നിൽക്കുന്നവരും VM സുധീരനൊക്കെ കൂടി വളരെ ഒരു ഐക്യത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ 2-3-4-5 മാസങ്ങളായിട്ട് അത് നമുക്ക് ഈ ജില്ലയിൽ തന്നെ പ്രകടമാണ്. നേരത്തെ ഉമ്മൻചാണ്ടി വിഭാഗവും ഒക്കെ തന്നെ ഈ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പ്രധാനമായിട്ടും രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ജില്ലയിൽ പോലും നമുക്ക് ഈ പ്രകടമായിട്ടുള്ള മാറ്റം കാണാൻ സാധിക്കും. മാത്രവുമല്ല, VM സുധീരൻ നേരത്തെ സൂചിപ്പിച്ചതോടെ തന്നെ അദ്ദേഹം രാവിലെ മുതൽ തന്നെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അവിടെ എത്തിച്ചേരുന്നുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഹോൾഡ് ചെയ്ത് ഇവർ തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരുവരും ഒരേപോലെ പുറത്തേക്ക് വന്നത്. ഈ വാർത്ത നമ്മൾ പുറത്ത് വിട്ടതിന് ശേഷവും ഇരുവരും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് ഇവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം ഇവരെന്ത് സംസാരിച്ചു, അല്ലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ച് പുറത്ത് പറയാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇരുവരും ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയാണെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറയാൻ പോലും തയ്യാറായില്ല. DCC പ്രസിഡന്റും അതുപോലെ ആലപ്പുഴ MP അടക്കമുള്ളവരുടെയൊക്കെ വേണുഗോപാൽ അടക്കമുള്ളവരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ച ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നടന്നത്. ഏകദേശം 15 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ചില നീക്കങ്ങളെ കുറിച്ച് ഒരു സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഗൂഢാലോചന നടന്നത്, അല്ലെങ്കിൽ നേതൃമാറ്റം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചു എന്നാണ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ചില നേതാക്കൾ നമുക്ക് രഹസ്യമായിട്ട് നൽകിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല. ഷാജഹാൻ, ഒരു കാര്യം കൂടി, കാരണം രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ഇന്നലെയും മെനങ്ങാന്നുമായി ചർച്ച നടത്തിയിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് ചർച്ച നടത്തിയത്. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഇരുവരെയും ധരിപ്പിച്ചിരുന്നു അദ്ദേഹം. പക്ഷേ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പുറമേ ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ഒരു നില വെച്ച് നോക്കുമ്പോൾ നേതൃമാറ്റം തന്നെയാവണം അദ്ദേഹം ചർച്ച ചെയ്തത്. കാരണം ആന്റണിയുടെ കൂടി പിന്തുണയോടുകൂടി, രമേശ് ചെന്നിത്തലയുടെ പിന്തുണയോടുകൂടിയുള്ള ഒരു നീക്കമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കരുതിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കണ്ടതിന് ശേഷം മടങ്ങി വന്ന അദ്ദേഹം ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറെയാണ്, രമേശ് ചെന്നിത്തലയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ലേ കൂടിക്കാഴ്ചയ്ക്ക്? തീർച്ചയായിട്ടും ഹരി, അത്തരത്തിൽ വേണം നമുക്ക് ഇതിനെ കാണേണ്ടത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. ഇദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രസ്താവനകളും പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ VM സുധീരനും KPCCയിലെ ചില പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ചില പ്രസ്താവനകളൊക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഈ പ്രസ്താവനകളൊക്കെ ഉന്നയിക്കുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെയാണ്. അതോടൊപ്പം തന്നെ AK ആന്റണിയുടെ പ്രസ്താവനയും നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ ഒരു നേതൃമാറ്റം എന്നുള്ളതിനെ ഉയർത്തിക്കൊണ്ടുവന്നു ഉമ്മൻചാണ്ടിക്കെതിരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗൂഢ ലക്ഷ്യം നടക്കുന്നു എന്ന് വേണം നമുക്ക്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിവർ ആലപ്പുഴയിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹരി, ഇന്ന് പുലർച്ചെ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് KPCC അധ്യക്ഷൻ VM സുധീരനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തി. നേതൃമാറ്റം എന്ന ആവശ്യം ശക്തിപ്പെട്ടു വരുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൽപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷാജഹാൻ.